ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഇന്ന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ശിവാനിയെ തുറന്നു വിടാൻ പറ്റോ ഇല്ലയോ? എനിക്കിപ്പോ അതിന്റെ മറുപടി കിട്ടണം. നിങ്ങളുടെ ചെകിടിന് കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദേ കൂടുതൽ അഭിനയിക്കല്ലേ. മര്യാദയ്ക്ക് ശിവാനിയെ തുറന്നു വിടുന്നതായിരിക്കും നല്ലത്. അയക്കോ, നിങ്ങളുടെ ജോലി അയക്കോ. പക്ഷെ ഇത് അവസാനത്തെ ജോലി ആയിരിക്കും. ഇന്നത്തടം കഴിഞ്ഞാലേ നിങ്ങൾ ജയിലിൽ നിന്നായിരിക്കും കുത്തിക്കുറിക്കാൻ പോകുന്നത്. എന്തായാലും എന്റെ മോള് കെട്ടിത്തൂങ്ങി ചത്തു നിൽക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അവള് ചാവുന്നതിന് മുൻപ് ഞാനങ്ങ് ചത്ത് തന്നേക്കാം. മണ്ണെണ്ണ ഒഴിച്ച് സ്വയം കത്തിച്ച് തീരാൻ പോവാ ഞാൻ. നിങ്ങൾ ശിവാനിയെ തുറന്നു വിടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇനി ഞാൻ ചോദിക്കില്ല. ഞാനും എന്റെ മോളും ചത്ത് കിടക്കുമ്പോ നിങ്ങൾക്ക് സമാധാനാവുമല്ലോ. അതിനു വേണ്ടിയല്ലേ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഓഹോ, എന്താ എടുത്തി? ഈ മണ്ണെണ്ണ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ആങ്ങളയ്ക്കും പെങ്ങൾക്കും സുഖമായിട്ട് ജീവിക്കാൻ ഇപ്പൊ തടസ്സം ഞാനും എന്റെ മോളും അല്ലേ. ശിവാനി എവിടെ കെട്ടി തൂങ്ങി ചാവാൻ നിക്ക. ഞാൻ സ്വയം മണ്ണെണ്ണ ഒഴിച്ചങ്ങ് കത്തിച്ചേക്കാം. അപ്പൊ പിന്നെ ശവദാഹത്തിനുള്ള ചെലവും ലാഭിക്കാലോ. ആ പണവും കൂടി ആങ്ങളെയും പെങ്ങളും കൂടി തിന്ന്. എടുത്തി, ഞാൻ പറയുന്നത് ചാവാന് സമ്മതിക്കില്ലേ? അയ്യോ എടുത്തി, എടുത്തി. അശോകേട്ടാ, ഒന്ന് വേഗം വന്നേ. ഏട്ടത്തി ചാകാനെന്ന് പറഞ്ഞ് അടുക്കളയിൽ വന്ന് മണ്ണെണ്ണ എടുത്ത് പുറത്തോട്ട് പോയി. വേഗം ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും നടക്കും. നീ ഒന്ന് അടങ്ങിയിരിക്കും ചന്ദ്രി. ചാവാനാണ് തീരുമാനമെങ്കിൽ രണ്ടും കൂടെ പോയി ചാവട്ടെ. അതായിരിക്കും കുടുംബത്തിന് നല്ലത്. ഏട്ടാ അങ്ങനൊന്നും പറയല്ലേ. വേഗം ഇങ്ങോട്ട് വന്നേ, അല്ലെങ്കിൽ ഏട്ടത്തി എന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കും. നീ കൈവിടി ചന്ദ്രി, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അയ്യോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വാശി കാണിക്കല്ലേട്ടാ. എന്തെങ്കിലും പറ്റിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വാ ഇങ്ങോട്ട് വരാൻ അശോകേട്ടാ, വരാൻ. അമ്മ കാണിക്കാൻ പോകുന്നേ? എന്തായാലും അമ്മ ചാവൂലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓ, ഇങ്ങനൊരു സാധനം. ഇടി, നീ ഒന്ന് കരഞ്ഞ് അഭിനയിക്കേ. എന്നാലല്ലേ ആളുകൾ കൂടും. പ്ലാൻ വിജയിക്കണമെങ്കിലേ നന്നായിട്ട് പെർഫോം ചെയ്യ. എനിക്ക് പിന്നെ അമ്മ ഇങ്ങോട്ട് തുടങ്ങിക്കോ. എന്റെ ഭാഗം ഞാൻ ഭംഗിയാക്കോളാം. നീ മരിക്കുന്നത് കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. ചലനമറ്റ് കിടക്കുന്ന സ്വന്തം മോളുടെ ശരീരം കാണാൻ ഒരമ്മയെ ആഗ്രഹിക്കൂല. അമ്മ എന്തേ കാണിക്കണേ? അങ്ങനൊന്നും ചെയ്യല്ലേ. എത്ര നാൾ വേണമെങ്കിലും ഞാൻ ഇതിനകത്ത് കിടന്നോളാം. എന്റെ അമ്മ ജീവനോടെ ഇരുന്ന മാത്രം മതി. ഇല്ല, നിന്റെ അച്ഛന് വേണ്ടത് നമ്മുടെ ശവ. അയ്യോ, ആ ശവം പോലും ഞാൻ കൊടുക്കില്ല. ഈ മണ്ണെണ്ണ ഒഴിച്ച് സ്വയം കൊളുത്തി ഞാൻ അവസാനിക്കും. അമ്മേ വേണ്ടമ്മേ, പ്ലീസ് അമ്മേ. അമ്മേ പ്ലീസ് അമ്മ ഒന്ന് ചെയ്യല്ലേ. എനിക്ക് അമ്മയില്ലാതെ വേറെ ആരുമില്ല അമ്മേ. ശിവാനി ഒന്ന് തുറന്നുവിട്. ഇനി ഒരു ദുരന്തം കൂടി ഈ വീട്ടിലേക്ക് വരുത്തി വെക്കല്ലേ. ചെല്ല്. അമ്മ പറയുന്നത് കേക്കമ്മേ, ഒന്നും ചെയ്യല്ലേ. അടുത്ത് വരരുത്, ഞാൻ ഒഴിക്കും. എന്തായിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? തുറന്നുവിട് ശിവാനിയെ. ഇനി ആരും തുറന്നു വിടണ്ട. എന്ത് വേണമെന്ന് എനിക്കറിയാം. കാണിക്കുന്ന കണ്ടില്ലേ? പോയി ചാവി എടുത്ത് തുറന്നു കൊടുക്കേട്ടാ. എന്താ ഏട്ടായി കാണിക്കുന്നേ? തുറന്നു കൊടുക്ക. ഡോർ തുറക്ക. അമ്മ വേണ്ട പ്ലീസ്. പോയി ചാവി എടുത്ത് തുറന്നു കൊടുക്കേട്ടാ. ഞാൻ പറയുന്നത് കേക്കാൻ. എടുത്തി വേണ്ട. ഏട്ടന് തുറന്നു കൊടുക്കാൻ വയ്യെങ്കിൽ വേണ്ട. ചാവി ഇങ്ങോട്ട് താ, ഞാൻ തുറന്നു കൊടുക്കാം. ചാവി എടുത്തോണ്ട് വാ ഏട്ടാ. ഇനി ആരും ഡോർ തുറക്കണ്ട. ഞാൻ ചത്ത നിങ്ങൾക്ക് സമാധാനാവുമല്ലോ. ഇവിടെ ഏട്ടാ, ഞാൻ ഏട്ടന്റെ കാല് പിടിക്കാം. വേഗം പോയി ചാവി എടുത്തിട്ട് വാ. മോളെ ശിവാനി, ആ മുറിയിലെ തീപ്പെട്ടി ഉണ്ടെങ്കിൽ എടുത്തതാ. ഇല്ല, ഞാൻ തീപ്പെട്ടി എടുത്ത് തരില്ല. ഇനി എന്ത് ചെയ്യും? തീപ്പെട്ടി എടുക്കാൻ മറന്നല്ലോ. ഏട്ടത്തി ഒന്ന് അടങ്ങ. ഏട്ടാ പറയുന്ന കേക്ക്, ഒന്ന് മനസ്സലിവ് കാണിക്കേ. ചാവി എടുത്തോണ്ട് വാ ഏട്ടാ. അമ്മ
ബുദ്ധിമോശം എടുത്ത് ഈ കാണിച്ചത്. വിഷമിക്കണ്ട, ഏട്ടൻ ഇപ്പൊ ചാവി എടുത്തിട്ട് വരും. ഏട്ടാ, ചാവി ഇങ്ങോട്ട് താ, ഞാൻ പോയി കഥ തുറന്നെടുക്കാം. നീ അന്വേഷിച്ചത് തീപ്പെട്ടിയല്ലേ? ദാ കത്തിച്ചോ. ഏട്ടാ, എന്താ ഇപ്പൊ തീപ്പെട്ടി വേണ്ട നിനക്ക്? കത്തിക്കടി. കത്തിക്കടി. നിനക്ക് കത്തിക്കാൻ മടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ കത്തിച്ചു തരാം. അച്ഛാ, ഏട്ടാ വേണ്ട, ഏട്ടാ വേണ്ട. മാറ്. അച്ഛാ. ശിവാനി ഈ മുറിക്ക് പുറത്തു വന്ന് ഇനിയും ഈശ്വരമംഗലത്തുള്ളവരുടെ സമാധാനം കെടുത്തുന്നതിന് പകരം നീ അങ്ങ് ചാകുന്നതാ. കത്തിച്ചു തന്നേക്കാൻ ഞാൻ. അച്ഛ വേണ്ട അച്ഛാ. അയ്യോ ഏട്ടാ വേണ്ട, അയ്യോ, വേണ്ട ഏട്ടാ, വേണ്ട, 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 വേണ്ട. എന്താ എന്താടി നീ പിന്നിലേക്ക് മാറുന്നത്? നിനക്ക് ചാവണ്ടേ? വേണ്ട, എന്നൊന്നും ചെയ്യരുത്. നീ എന്താടി എന്റെ മുമ്പിൽ നാടകം കളിച്ച് തോൽപ്പിക്കാന്ന് കരുതിയോ? മേലിൽ ഇത്തരം തരികടകളായിട്ട് വന്നാലുണ്ടല്ലോ, നാടിനും നാട്ടാർക്ക് ശല്യമാവാതെ രണ്ടിന്റെയും തലയിൽ കൂടി മണ്ണെണ്ണ വെച്ച് ഞാൻ തന്നെ കത്തിക്കും. ഓർത്തോ? എന്താ എടുത്തിത്? എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അപ്പോഴത്തെ ദേഷ്യത്തിനെങ്ങാനും ഏട്ടൻ ആ തീക്കൊള്ളി ദേഹത്തിട്ടിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ഇതൊരു മതി നാണം കെട്ട ഏർപ്പാടായി പോയി. വലിയ ബുദ്ധി കാണിച്ചത്. പറ്റില്ലെങ്കിൽ ഇമാതിരി പണിക്കിറങ്ങല്ലേ.